കൃഷ്ണ നീലേഖനേ മാറോ. ദാ വന്നിരിക്കണു. നിന്നോട് ഇവിടെ വരരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇത് ആൺകുട്ടികൾ മാത്രം താമസിക്കുന്ന വീടാ. എന്നാ രണ്ട് പെൺകുട്ടികളെയും കൊണ്ടുവന്ന് താമസിപ്പിക്കേ. നീ എന്തിനാ പറഞ്ഞ് വന്ന്? കഴുത. ഇങ്ങേരുടെ തൊള്ള ഉറക്കല് കേട്ട കഴുതയല്ലാതെ ബുദ്ധിയുള്ള വേറെ ഏതെങ്കിലും മൃഗം വരുമോ? ഓ, എന്നെ അനന്തപത്മനാഭൻ സാറിന് ഇത്ര കലാബോധമില്ലാത്തൊരു മരുമോൾ ഉണ്ടായാലും എന്റെ ഈശ്വര. ആ, നിന്റെ അമ്മയെ പോലെ ഒരു പെങ്ങളുണ്ടാവാങ്കി പിന്നെ ഒരു അനന്തരവൾ ഉണ്ടാകാനാ വിഷമം. അറിഞ്ഞില്ലേ അമ്മാമ്മ പെണ്ണ് കെട്ടിയത്? നിനക്ക് വേറെ വല്ല ജോലിയുണ്ടോ? കണ്ട സിനിമാ വാരികളൊക്കെ ഗോസി പോന്നു വെച്ച് അതൊന്നും സത്യമാണെന്നില്ല. സത്യമാണെന്ന് ഞാൻ പ്രാർത്ഥിക്കണേ. എനിക്ക് അവരെ അത്ര ഇഷ്ടാ. സുധയുടെ ഒരു ഫാനാ ഞാൻ. എന്ത് സുധയ? അയ്യടാ, സംഗതി സത്യമാണെങ്കിലേ അമ്മായിയ സുധ അമ്മായി. അപ്പൊ ഹരിയേട്ടൻ എന്താ വിളിക്ക? അമ്മാമ്മയെ സാറെന്നല്ലേ വിളിക്കണേ? അപ്പൊ മാഡം സാറെന്നാ വിളിക്കുന്നെങ്കിലും മനസ്സിൽ അച്ഛന്ന. ആ കണക്കിന് അവരമ്മേന്ന് വിളിക്കാം. അയ്യോ അത് വേണ്ട, അവർക്കത്ര പ്രായമൊന്നുമില്ല. കൂടി വന്ന ഒരു 30. ചേച്ചിന്ന് വിളിക്കാം. അല്ലെങ്കിൽ വേണ്ട, അമ്മായിന്ന് വിളിച്ചാ മതി. അപ്പൊ ഭാവിയിലും പ്രശ്നം ഉണ്ടാവില്ല. ഭാവിയിലെ പ്രശ്നോ? എന്ത് പ്രശ്നം? ഞാൻ അമ്മായിന്ന് വിളിക്കുമ്പോ ഹരിയേട്ടൻ എങ്ങനെ ചേച്ചിന്ന് വിളിക്കുക? നമ്മുടെ ഭാര്യയും ഭർത്താവും അമ്മായിന്ന് എന്നെ വിളിച്ചാ മതി. ഭാര്യയും ഭർത്താവോ? ആര്? നമ്മള് രണ്ടാളും. അത് നീ അങ്ങ് നിശ്ചയിച്ചാ മതിയോ? ഞാന് ഒരു കലാകാരനാ. എനിക്കൊരു കലാകാരിയെ ഭാര്യയെ കിട്ടും. അപ്പൊ സ്നേഹിക്കണതോ? അത് നിന്റെ പുറത്ത് തോന്നലല്ലേ? അപ്പൊ ഇത്ര നാളും പറഞ്ഞതൊക്കെ വെറുതെ ആയിരുന്നല്ലേ? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ദൈവം നിനക്ക് തന്നില്ലല്ലോ. പിന്നെ എങ്ങനെ നിന്നെ പോലൊരു ബുദ്ധൂസൻ എന്റെ ഭാര്യയാക്കുക? അമ്മു, അമ്മുട്ടി, എടി ഞാൻ വെറുതെ പറഞ്ഞ അമ്മു. എന്താ നിന്റെ പാർട്ടി പണയ പോവാ? ആ മര കഴുത. ഒരു തമാശ പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. ഇയാളിനി എന്നാടോ ഊട്ടിക്ക്? പരീക്ഷ കഴിഞ്ഞിട്ടുള്ളൂ. അതിനി അധികം ദിവസം ഇല്ലല്ലോ. സൂക്ഷിച്ചോണം. ഞങ്ങൾ ഇറങ്ങാം. നീ അവിടെ ചെന്ന് അംഗം വിട്ടൊന്നും വേണ്ട. ചെന്ന് പരിചയപ്പെട്ട് സന്തോഷമായിട്ട് തിരിച്ചു പോരുക. അല്ലേ ഹരി? ഇതുവരെ ജീവിതത്തിൽ ഒരിക്കലും സാറിന് സുഖം കിട്ടിയിട്ടില്ല. ഈ ഒരു ബന്ധം കൊണ്ട് അത് കിട്ടുമെങ്കിൽ നമ്മളായിട്ട് തന്നെ തടസ്സം നിൽക്കുന്നു. അതെ, നിങ്ങൾ ആരും ഒന്നും പറയണ്ട. എന്താ വേണ്ടാച്ച എനിക്കറിയാം. ദാ നോക്കൂ, മര്യാദക്കല്ലെങ്കിൽ ആ മൂദേവി അടിച്ച് വെളിയിൽ ഇറക്കിട്ടെ ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ. അത് തീർച്ചയായും. ആഹാ, കേരള ഇങ്ങോട്ട്. ഓ, അതിനിടയിൽ അവിടെ ഒരു ശൃംഗാരം. ഭാവിയിൽ നമുക്ക് രണ്ടുപേർക്കും കുഴപ്പം വരാത്ത രീതിയിൽ വേണം അവിടെ ചെന്ന് വിളിക്കാൻ. മനസ്സിലായ? ഹരി എന്താ പറഞ്ഞത്? ഏയ് ഒന്നുമില്ല, ഊട്ടി ചെന്നിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ. എന്നാ ഇനിയിപ്പോ വൈകിക്കണ്ട, പുറപ്പെട്ടോ. എന്റെ നായികയ്ക്കാണോ തനിക്കാണോ സൗന്ദര്യം നോക്കായിരുന്നു? എന്നിട്ട് ആർക്കാണെന്ന് തോന്നി? തനിക്ക് തന്നെ. നെരൂദയുടെ ഒരു പ്രണയഗീതമുണ്ട്. നിന്റെ ശരീരം വെളുത്ത കുന്നുകൾ പോലെ എന്നെ കീഴടക്കിയ ലോകം പോലെ കാണപ്പെടുന്നു. എന്റെ കാടൻ ശരീരം നിന്നിലേക്ക് ആണ്ടിറങ്ങുന്നു. തുടങ്ങി അപകർഷതാബോധം. പ്രായത്തിനും തൊലിവെളുപ്പിനും ഒക്കെ നമ്മളിൽ എന്താണ് പ്രസക്തി? സൗന്ദര്യം ഈ മനസ്സ് നിറയെ ഉണ്ടല്ലോ.
പട്ടിണി കിടന്നവൻ ആഹാരത്തോടുള്ള ആർത്തിയാണ് എനിക്കിപ്പോ ജീവിതത്തോട്. മതി വരുന്നില്ല. ഇനി ഒരു 100 ജന്മം തന്നോടൊപ്പം കഴിഞ്ഞാലും മതി വരില്ല. അവസാനം ദഹനക്കേട് പിടിക്കും. ഏട്ടാ ഏട്ടാ ഒരുമ്പട്ടോളെ അപ്പേ, അമ്മേ ആരാ? അമ്മേ ആരാണെന്നോ നിനക്കെന്നെ മനസ്സിലായില്ലടി? ഓട്ടക്കാരി. ഓ അവളൊരു മായാമോഹിനി. വിടിയേട്ടെ, ഇത്രയും കാലം എന്റെ ഏട്ടൻ ഇതുപോലൊരു പേരുദോഷം കേൾപ്പിച്ചിട്ടില്ല. എന്റെ മുമ്പ് ഇത് എന്റെ ആങ്ങളെ വശീകരിച്ചെടുത്ത് തറവാട്ടമ്മ ചമഞ്ഞ് നിൽക്കുന്നവള് നിന്നെ എന്നോട് വഴിക്കത്തില്ല. ഇപ്പൊ ഇറങ്ങണം. വിടറി. ഒരു ഈർക്കിലിക്കൊടി കൊണ്ടുപോലും എന്നെ നോവിച്ചിട്ടില്ലാത്ത എന്റെ ഏട്ടൻ ആ, നീ കാരണം. അതാണ് നിന്റെ തകരാറ്. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞേ. താനപ്പുറത്തേക്ക് വയ്ക്കൂ. പറഞ്ഞു കേട്ടില്ലേ? ഏട്ടൻ ഇങ്ങനെ മാറിപ്പോകുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്നാ ഇനി കരുതിക്കോ. ഏട്ടൻ എന്നെക്കാളും വലുതാണ്. വിടറി. ആ വലിഞ്ഞു കയറി വന്ന പപ്പി, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. മറ്റാരെക്കാളും എന്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടവളാണ് സുധാ. എന്റെ ഭഗവാനെ, ഇതാ എന്തിനവളുടെ കൈവശം തന്നെയാ. ആർക്കും എങ്ങനെയും വിചാരിക്കാം. കൈവശമെന്നോ ഭ്രാന്തെന്നോ എന്തും എനിക്ക് വിരോധമില്ല. ആരെതിർത്താലും ഈ ബന്ധം ഞാൻ ഉപേക്ഷിക്കില്ല. എന്നോട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ സന്തോഷത്തിൽ പങ്കുചേരാം. വയ്യെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഉടനെ തിരിച്ചു പോവാം. കരച്ചിൽ വേണ്ട, ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ഈ നിമിഷം ഞാൻ ഇവിടുന്ന് പോകും. ഏട്ടനും വേണ്ട, സ്വത്തും വേണ്ട എനിക്ക്. നന്നായുള്ളൂ. അമ്മക്ക് ഇത്തിരി ചാട്ടം കൂടുതലാ. അച്ഛനൊരു പാവാ. ഇല്ലെങ്കി അമ്മയുടെ എല്ലിന്റെ എണ്ണ എത്ര കൂടുമായിരുന്നു. നന്നായി വേദനിച്ചിട്ടുണ്ടാവും. പാവം അമ്മാമ്മ ഇങ്ങനെ പെട്ടെന്ന് കയറി അടിക്കുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടാതെ കേട്ടിരിക്കണതേ കണ്ടിട്ടുള്ളൂ. അമ്മായിയോട് അത്ര ഇഷ്ടണ്ടാവും. അതാ അമ്മായി ചീത്ത പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റാണ്ടിരുന്നത് അല്ലേ? എനിക്ക് നല്ല ഇഷ്ടായി കേട്ടോ. സിനിമയിൽ കാണുന്ന പോലെ തന്നെയാ. അതിലും ഭംഗിയുണ്ട് നേരെ കാണാൻ. ഹരിയേട്ടൻ ഇത് വെറും ഗോസിപ്പാണെന്ന് വിചാരിച്ചു തന്നെയായിരിക്കണേ. കണ്ടിട്ടുണ്ടോ ഹരിയേട്ടനെ? ഇല്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. കണ്ട ഒരു സിനിമാ നടനെ പോലെയാ. നല്ല നേരവും പാട്ട് പാടുന്ന കേക്കണം. യേശുദാസിനെ പോലെയാ. അമ്മുന് പാട്ട് ഇഷ്ടാണോ? പാട്ട് ഇഷ്ടാ. പക്ഷേ ഹരിയേട്ടൻ എപ്പോഴും ആ ആ ആ എന്നുള്ള പാട്ടാ. എനിക്ക് സിനിമാ പാട്ടാ ഇഷ്ടം. ഹരിക്കും എന്നോട് ദേഷ്യമായിരിക്കും അല്ലേ? ഏയ്, എനിക്കിഷ്ടായ ഹരിയേട്ടനും ഇഷ്ടാവും. എത്ര നല്ല ആളാണെന്നറിയോ? അത് അമ്മൂനല്ലേ അറിയൂ. അമ്മമ്മയോട് ഞാൻ പറയട്ടെ? എന്ത്? വൈകാതെ നടത്തി തരാൻ. ഇന്ന് ആർക്കൂടെ അത്താഴം വേണ്ടേ? അനിയത്തിയുടെ പിണക്കം മാറിയോ? പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കട്ടെ. അമ്മയുടെ പിണക്കോ ഇണക്കൊക്കെ അമ്മാമ്മയ്ക്ക് അറിഞ്ഞൂടെ? ഇതൊക്കെ 1 മിനിറ്റ് കൊണ്ട് മാറും. അമ്മായി വന്നേ. ഇനിയും നിന്റെ അമ്മയുടെ ചീത്ത കേൾപ്പിക്കാനാ? ഒന്നുമല്ല, അമ്മായി ഞാൻ പറഞ്ഞ പോലെ നിന്നാ മതി. എന്നാലും എന്റെ ഏട്ടൻ ഇങ്ങനെ മാറിപ്പോയില്ല. ആലോചിക്കാൻ പോലും വെക്കാം. അമ്മേ, അമ്മായി അമ്മയെ കാണാൻ വന്നിരിക്ക. എന്നെ ആരും കാണണ്ട. അമ്മയെ ചൊല്ലി അമ്മായി അമ്മാമ്മയും എന്ത് വഴക്കുണ്ടാക്കിയെന്നറിയോ അമ്മയ്ക്ക്? അമ്മായിക്ക് വലിയ വിഷമായി. ഈ വീട്ടില് അമ്മയെ കഴിഞ്ഞിട്ടേ ആരും ഉള്ളൂന്നാ അമ്മായി പറയണേ. അമ്മയുടെ അനുഗ്രഹം വേണമെന്ന്. ഓ, എന്റെ അനുഗ്രഹം അനുവാദമൊക്കെ ആർക്ക് വേണം? എനിക്ക് വേണം. സ്ഥാനം കൊണ്ട് ഏട്ടത്തിയാണെങ്കിലും പ്രായം കൊണ്ട് അനിയത്തിയാണ്. പണവും പദവിയും ഒന്നും കണ്ട് ഭ്രമിച്ചു വന്നവളല്ല. അതൊക്കെ എനിക്ക് വേണ്ടതിൽ കൂടുതലുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിന്റെ മേൽ നിങ്ങൾക്കുള്ള ഒരവകാശവും എനിക്ക് വേണ്ട. നിങ്ങൾ ആരും എന്നെ വെറുക്കരുത്. അയ്യോ, അതെ, എനിക്കാരോടും വെറുപ്പൊന്നുമില്ല. എങ്കിലും എന്നോടൊരു വാക്ക് പറയാൻ തോന്നില്ലല്ലോ ആർക്കും. ഞാൻ അത്ര കന്യായിപ്പോയോ? അമ്മ പിണങ്ങിയിരിക്കുന്നോണ്ട് ആരും അത്താഴം കഴിച്ചില്ല.
ഏട്ടനൊന്നും കഴിച്ചില്ലേ? എന്ത് പണിയാ നാത്തൂനെ ഇത്? ഞങ്ങൾ ആങ്ങളെ പെങ്ങളും ഒന്നും രണ്ടും പറഞ്ഞെന്നും വെച്ച് അത് വഴക്കോ പിണക്കോ വല്ലോ ആണോ? നാത്തൂൻ ചെന്ന് ഏട്ടൻ അത്താഴം വിളമ്പ്. ഏട്ടത്തിയും വരൂ, നമുക്ക് ഒരുമിച്ചിരിക്കാം. എനിക്ക് വയ്യ, ഈ നാത്തൂനെ കൊണ്ട് ഞാൻ തോറ്റു. പോയി വിളമ്പു. എന്താടി ഇവിടെ ഒരു കിണി? വരൂ നാത്തൂന്. നാത്തൂനും ഏട്ടനും കൂടെ എന്നാ തറവാട്ടിലേക്ക്? പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്നാ ഊട്ടിക്ക് പോണം. ഇനിയിപ്പോ ഞാൻ ഒരു അധികപ്പറ്റാവുന്നു എന്റെ സംശയം. അധികം പറ്റോ? എന്താ അങ്ങനെ തോന്നാൻ? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞ. ഒരു കാർ ഇങ്ങോട്ടാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അതെ അതെ അതെ, ഇങ്ങോട്ട് തന്നെ. അംഗം ജയിച്ച വരവാണെന്ന് തോന്നുന്നു. ദാ. ബാക്കി ആ പെണ്ണെന്തേ വന്നില്ലേ? അമ്മൂനെ ഞാനവിടെ നിർത്തി. നീ അംഗം ജയിച്ചിട്ടാണോ വരണത്, അതോ തോറ്റ് ജീവനും കൊണ്ട് ഓടിപ്പോന്നു? അംഗം വെട്ടാനൊന്നും അല്ല ഞാൻ പോയത്. എന്റെ ആങ്ങളെ നാത്തൂനെ കാണാനാ. നാത്തൂനോ? എന്തേ? കണ്ടു, 2 ദിവസം സുഖമായിട്ട് താമസിച്ചു, തിരിച്ചു പോന്നു. ആ അപ്പൊ സന്ധി ചെയ്തു പറ. എങ്ങനെയുണ്ട് നാത്തൂൻ? ഞാൻ അന്നേ പറഞ്ഞില്ലേ, നല്ല സ്ത്രീത്വവും തറവാടിത്വവും. നീ പറഞ്ഞില്ലെന്നോ? ആ ഞാൻ പറഞ്ഞുപോയോ? നല്ല സ്ത്രീത്വവും തറവാടിത്വവും സ്വത്തും പണവും ഒക്കെ വേണ്ടോളം ഉണ്ട്. നമ്മുടെ നയാ പൈസ അവർക്ക് വേണ്ട. ആ ചിരി കണ്ട കുത്താൻ നിൽക്കുന്ന പോത്ത് പോലും ഒന്ന് മയങ്ങും. നല്ല പെരുമാറ്റം. അത് പിന്നെ നടിയല്ലേ, അഭിനയിക്കാൻ ആരും പഠിപ്പിക്കണ്ടല്ലോ. എന്തായാലും എന്റെ ആങ്ങളേക്ക് ചേർന്നോളാം, എനിക്കത് മതി. എന്നെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോ? ഒരിക്കൽ എന്തോ പറഞ്ഞു കേട്ടോ. മറ്റാരുടെ കാര്യം അന്വേഷിക്കാൻ അവർക്ക് നേരം? ഏത് നേരം ചിരിയും വീണവായനയും ഡാൻസും ഒക്കെയാ. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ രണ്ടാളെന്നേ. 2 പേരും കൂടി ഇരിക്കേണ്ടത്തേക്ക് ചെല്ലാൻ എന്നെ ചളിപ്പാ. എനിക്ക് വയ്യേ. ഏയ് വിരഹദുഃഖം തീരാറായി കേട്ടോ. കക്ഷി വരണുണ്ട്. കത്ത് വന്നിരിക്കണു അമ്മാമ്മയ്ക്ക്. നിങ്ങൾക്ക് രണ്ടാൾക്കും ഇത് എന്ത് ഭ്രാന്താ? ചോദിക്കും മരുവളോട്. ഭ്രാന്ത് തന്നെയാ. ഞാൻ പേടിച്ചു പോയി. എന്താടി? ഒന്നുമില്ല, വരണോന്ന് അറിഞ്ഞപ്പോ ഇങ്ങനെ. അപ്പൊ വന്നാലത്തെ സ്ഥിതി എങ്ങനെയാ? ബാക്കി വെക്കുവോ മനുഷ്യരെ?